രാജ്യത്ത് തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വില കുതിച്ചുയർന്നതോടെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാണ്. തക്കാളിയുടെ മൊത്തവില കഴിഞ്ഞ മാസം ക്വിന്റലിന് 1585 രൂപയായിരുന്നത് ഈ മാസം 3368 രൂപയായി. ഉരുളക്കിഴങ്ങിനും സവാളയ്ക്കും വിലയിൽ 50% വർധനവുണ്ടായതായും കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും വലയ്ക്കുകയാണ്. ദില്ലി ഗാന്ധി മാർക്കറ്റിൽ നിന്നും സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്ത് സർവ്വതിനും വിലക്കയറ്റമുണ്ടാകുന്നു. പച്ചക്കറികൾക്ക് കുത്തനെ വില ഉയർന്നതോടെ പ്രതിസന്ധിയിലാണ് കച്ചവടക്കാർ. ദില്ലിയിലെ മാർക്കറ്റിലും സവാളയ്ക്കും ഉരുളക്കിഴങ്ങിനും തക്കാളിക്കുമൊക്കെ കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഇരട്ടി വിലയാണ്. ഈ മാർക്കറ്റിലെ കച്ചവടക്കാരോട് തന്നെ നമുക്ക് സംസാരിച്ചറിയാം. पहले चलता था 10 रुपये किलो, 15 रुपये किलो, अब हो गया 40-50 रुपये किलो आलू। कहाँ से इंसान खा पाएगा? क्या गरीब लोग तो खा ही नहीं पाएगा आलू। कहाँ से क्या करेगा? गरीब तो समझ लो मर ही गया, मोदी ने मार दिया गरीब लोगों को। കഴിഞ്ഞ ആഴ്ച തക്കാളിക്കും ഉരുളക്കിഴങ്ങിനും 30 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 80 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. തക്കാളിക്ക് കിലോയ്ക്ക് 10 രൂപയായിരുന്നത് ഇന്ന് 40 രൂപയും. കഴിഞ്ഞ ആഴ്ച 10 രൂപയ്ക്ക് സഞ്ചി നിറയെ തക്കാളി വാങ്ങിയവർ ഇതേ വിലയ്ക്ക് ഒരു തക്കാളിയും വാങ്ങി നിരാശരായി മടങ്ങേണ്ടി വരുന്നതും സ്ഥിരം കാഴ്ചയാകുന്നു. देखो आलू जो है 20 दिन पहले 20 रुपए किलो था, आज 40 रुपए किलो हो गया आलू। कोई देखने वाला तो हो ना, कोई भी हो, चाहे सेंटर हो या दिल्ली गवर्नमेंट हो, कोई तो सुनने वाला हो। पैसा बचाने के लिए सोचना पड़ता है, सब खर्चे में चला जाता है। 50% बिगड़ चुका है। जो 40 रुपए किलो 80 रुपये तो हो गया। आलू 15-20 की जगह 30 रुपये 25-30 रुपये. സർവ്വസാധനങ്ങൾക്കും വിലക്കയറ്റമുണ്ടായിട്ടും ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. അതേസമയം പച്ചക്കറിക്കടക്കം ദിനംപ്രതി വില വർദ്ധിക്കുന്നതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റാണ് താളം തെറ്റുന്നത്. ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്, ദില്ലി.